Hi everyone, this is Jebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിയിൽ കുറേയധികം ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളും അതേപോലെ കുറച്ചധികം അടിപൊളിയായ ന്യൂസുകളും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതേപോലുള്ള അടിപൊളിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.5 ഒരു ബീറ്റ 4 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം തന്നെ നമുക്ക് iOS 18.5 ഒഫീഷ്യൽ അപ്ഡേഷനും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ 2025 ആപ്പിൾ കുറേയധികം പുതിയ പ്രൊഡക്റ്റാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നതും iPhone 17 സീരീസാണ്. 17 സീരീസിൽ 4 മോഡൽ വരും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഒരെണ്ണം സ്റ്റാൻഡേർഡ് iPhone 17, പിന്നെ 17 എയർ അല്ലെങ്കിൽ 17 സ്ലിം എന്ന് പറഞ്ഞ പുതിയ പേരും വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം 17 Pro, 17 Pro Max. ഈ ഒരു 17 എയർ എന്ന് പറഞ്ഞ മോഡൽ, നമുക്ക് എയർ എന്ന് തന്നെ പറയാം. എയർ എന്ന് പറഞ്ഞ മോഡല് നല്ല രീതിക്ക് ഹിറ്റാകും എന്നാണ് ഒരു അനാലിസിസ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാരണം ഏറ്റവും തിന്നസ്റ്റായ ഐഫോണും അതോടൊപ്പം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേയധികം ഓപ്ഷൻസും ഈ പറഞ്ഞ ഡിവൈസിൽ വരും എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. സോ iPhone 17 എയറിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ M5 സിലിക്കൺ ചിപ്പ് വയ്ക്കുന്ന പുതിയ ഐപാഡും മാക്ബുക്കും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. എയർപോർട്ടിൻ്റെ ഒരു പുതിയ പ്രോ സീരീസും നമുക്ക് വരും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം വേറെ അൺഎക്സ്പെക്റ്റഡ് ആയ പ്രൊഡക്റ്റുകൾ വരുമെന്ന് കേൾക്കുന്നുണ്ട്. വാച്ചിൻ്റെ ഒരു SE3 ലഭിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ഒരു ബ്രാൻഡ് ന്യൂ ഒരു ഹോം പാഡ് ലഭിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം പുതിയ പ്രൊഡക്റ്റുകളും ആപ്പിൾ ഈ ഒരു കൊല്ലം നമുക്ക് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് iPadOS 19 സ്റ്റേജ് മാനേജർ 2.0 എന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. കാരണം ഇപ്പോൾ സ്റ്റേജ് മാനേജർ എന്ന ഓപ്ഷൻ മാക്കിൽ മാത്രമാണുള്ളത്. സെയിം മാക്കിൻ്റെ കുറേയധികം പ്രൊഡക്ടിവിറ്റി ഓപ്ഷൻസ് ഐപാഡിലേക്ക് കൊണ്ടുവരുമെന്ന് കിട്ടുന്ന റിപ്പോർട്ടുണ്ട്. സോ iOS 19, iPadOS 19 എല്ലാം നല്ല രീതിക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു iOS 19 കാര്യം പറയുമ്പോൾ തന്നെയാണ് iOS 19 വരുമ്പോൾ എയർപോഡ്സിന്, ഞാൻ പറഞ്ഞല്ലോ എയർപോഡ്സ് പുതിയത് ഒരെണ്ണം വരുന്നുണ്ടെന്ന്, ആ ഒരു എയർപോഡ്സ് പ്രോയിനും കൂടെ ആയിരിക്കും ആപ്പിൾ ഈ ഒരു ഫങ്ഷനാലിറ്റി കൊണ്ടുവരാൻ പോകുന്നത്. ലൈവായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ ആ ഒരു രാജ്യത്ത് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്ലേഷൻ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സെയിം ഓപ്ഷൻ മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ എയർപോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലൈവ് ട്രാൻസ്ലേഷനും നമുക്ക് പോസിബിൾ ആവും. അങ്ങനെ വരുമ്പോൾ തന്നെ ഫോണും വാച്ചും നമുക്ക് എടുക്കണ്ട, ഈ പറഞ്ഞ എയർപോഡ്സ് ചെവിട്ടിൽ പ്ലഗ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു പറയുന്ന റിപ്ലൈ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിൽ നിന്ന് നമുക്കറിയാവുന്ന ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ്. ആക്ച്വലി അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന ട്രാവലേഴ്സിനും വാണ്ടർലെസ്റ്റ് ആയിരുന്ന ആൾക്കാർക്കും എയർപോർട്സും ആപ്പിൾ എക്കോസിസ്റ്റം കൂടെ വരുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റിയും അതോടൊപ്പം എഫേർട്ടും നല്ല രീതിക്ക് അവർക്ക് കുറക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സാധിക്കുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഐഫോണിലൊക്കെ ഫോട്ടോസും അതേപോലെ എഡിറ്റിംഗ് ചെയ്യുന്ന കൂട്ടുകാർക്കാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഒഫീഷ്യലി ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മെറ്റ റിലീസ് ചെയ്യേണ്ട ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ എഡിറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എഡിറ്റേഴ്സും അതേപോലെ വീഡിയോസും ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോട്ടോസും ക്യാപ്ചർ ചെയ്യുന്ന ഐഫോൺ യൂസേഴ്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ്ഫുൾ ആണെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. കാരണം ക്യാപ് കട്ടിൻ്റെ സെയിം ഒരു കോമ്പറ്റീറ്ററായിട്ട് വരാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ TSMC ആയിട്ടാണ് അവരുടെ സിലിക്കൺ ചിപ്പ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഐഫോണിൽ യൂസ് ചെയ്യുന്ന A സീരീസ് ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യാറ്. TSMC ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ അല്ലെങ്കിൽ പുതിയൊരു മെക്കാനിസം കണ്ടുപിടിക്കുകയും അത് ഐഫോണിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ചെയ്യാൻ പോകുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. 2028 1.8 നാനോമീറ്റർ, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 നാനോമീറ്റർ ആർക്കിടെക്ചറിലാണ് ഐഫോൺ ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതിലും ചെറുതായിട്ട് ഈ പറഞ്ഞ 1.8 nm നാനോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സൈസിലേക്കുള്ള ആർക്കിടെക്ചറിലേക്ക് ഐഫോണിൻ്റെ A സീരീസ് ചിപ്പ് സെറ്റ് കുറക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന ചിപ്പ് സെറ്റ് കുറക്കുന്നു അല്ലെങ്കിൽ ചിപ്പ് സെറ്റിൻ്റെ സൈസ് കുറക്കുന്നു എന്നൊക്കെ നമ്മളോട് എല്ലാ പുതിയ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ ഫോൺ കമ്പനികളും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, A സീരീസിൻ്റെ ആപ്പിളിൻ്റെ ചിപ്സിനായിക്കോട്ടെ, MediaTek ആയിക്കോട്ടെ, വേറെ ഏത് ചിപ്സിൻ്റെ ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ പറഞ്ഞ സൈസ് കുറച്ചു, ഞങ്ങൾ ഇത്ര ബില്യൺ ട്രാൻസിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചിപ്സെറ്റ് ചെറുതാവും തോറും ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഹീറ്റ് കൂടും, ചിപ്സെറ്റ് വലുതാവും തോറും ഇതിൻ്റെ ഹീറ്റ് കുറയും.
അതാണ് ഏറ്റവും വലിയ കാര്യം. ആപ്പിളിൻ്റെ 3 നാനോമീറ്റർ ചിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്, പക്ഷേ ഈ പറഞ്ഞ ചിപ്പ് സെറ്റിൽ അത്രമാത്രം പൊട്ടൻഷ്യലും ട്രാൻസിസ്റ്റേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം ഡിവൈസിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് കമ്പനിയുടെ ആ ഒരു വലിയൊരു നല്ലൊരു ഘടകം തന്നെയാണ്. സോ അത് പിന്നെയും കുറക്കുമ്പോഴും ഈ പറഞ്ഞ ഹീറ്റ് മാനേജ്മെൻറ്റ് ആപ്പിളിന് നോക്കാനും പറ്റണം, അതോടൊപ്പം പെർഫോമൻസും കൂട്ടാൻ പറ്റണം. ഈ പറഞ്ഞ ചിപ്സിൻ്റെ സൈസ് കുറക്കുമ്പോൾ ബോർഡിൻ്റെയും അതായത് മദർ ബോർഡിൻ്റെയും ബാക്കിയുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും സൈസ് ചിലപ്പോൾ കുറക്കാൻ പറ്റും. സൈസ് കുറക്കുമ്പോൾ ബാറ്ററി നമുക്ക് കുറച്ചുകൂടി വലുത് വെക്കാൻ പറ്റും. ബാറ്ററി വലുത് വെക്കുമ്പോൾ കൂടുതൽ നേരം നമുക്ക് ഫോണുകൾ യൂസ് ചെയ്യാനും പ്ലഗ് ഇൻ ചെയ്യാനുള്ള അവസ്ഥ വരാതിരിക്കാനും നോക്കും. അങ്ങനെ കുറേയധികം മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അടങ്ങുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ചിപ്സെറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2028 വരുമ്പോൾ ഐഫോണിൻ്റെ പുതിയ ഫോൾഡ് മോഡലൊക്കെ വരും എന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അസംഷൻ ചെയ്ത് നോക്കുമ്പോൾ 1.8 ആർക്കിടെക്ചറിൽ വരുന്ന പുതിയ ചിപ്സെറ്റും വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. സോ ഈ പറഞ്ഞ ഐഫോൺ നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ ആസ് എ കൺസ്യൂമർ നമുക്ക് കുറേയധികം ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ നല്ല രീതിക്കുള്ള പൊട്ടൻഷ്യലും അൺലോക്ക് ചെയ്യാൻ പറ്റും. ഐഫോൺ എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമല്ല, കുറേയധികം കൂട്ടുകാർക്ക് ഡിസ്പ്ലേ ഇഷ്യൂസ് വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഐഫോൺ ഒട്ടും മോശമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഐഫോൺ മാത്രമല്ല, സാംസങ്ങും ഗൂഗിളും എല്ലാ ഫോണിനും ഈ ഇവൻ തോ OnePlusനാണെങ്കിൽ പോലും സ്ക്രീൻ മാറ്റി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാ ഡിവൈസും എല്ലാ യൂസേഴ്സിനും ഈ പറഞ്ഞ സ്ക്രീനൊന്നും മാറ്റി കൊടുക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. കുറേയധികം യൂസേഴ്സിന് ഈ സെയിം സിറ്റുവേഷൻ, ഐഫോണിലുള്ള സെയിം സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാക്സിമം ഒരു വീഡിയോ എടുത്ത് വെക്കാൻ നോക്കുക. അത് നമുക്കൊരു എവിഡൻസ് ആയിരിക്കും. എൻ്റെ ഡിവൈസ് പുത്തൻ iPhone 16 എടുത്തപ്പോൾ എൻ്റെ ഡിവൈസിൽ 3-ാമത്തെ ദിവസം തൊട്ട് അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം തൊട്ട് ഡിസ്പ്ലേ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആപ്പിൾ ഇത് റീപ്ലേസ് ചെയ്ത് തന്നു. സോ അങ്ങനെ എൻ്റെ ഞാൻ ആ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ വീഡിയോ എടുത്ത് വെച്ചു, ഞാനത് അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ കുറേയധികം പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നപ്പോഴാണ് ഐഫോൺ എനിക്ക് പുതിയത് റീപ്ലേസ് ചെയ്ത് കിട്ടിയത്. സോ എല്ലാവർക്കും റീപ്ലേസ് ചെയ്ത് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാലിഡിറ്റി കിട്ടാനുള്ള ചാൻസ് അത് ഉറപ്പാണ്. അതോടൊപ്പം ആപ്പിൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കേട് അനുഭവിക്കുന്നത് എന്തിലാണെന്നറിയോ? ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പേരിലാണ്. അതായത് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആപ്പിൾ റിലീസ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ചെറിയ വീഡിയോ. പക്ഷേ ഇതല്ല ആപ്പിൾ കാണിച്ച ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിലും അടിപൊളിയായുള്ള കുറേ കാര്യങ്ങൾ, കുറേ പേഴ്സണലൈസ്ഡ് യൂസ്, അതോടൊപ്പം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സിറി എന്നീ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ കാണിച്ചായിരുന്നു. അത് കൊണ്ടുവരാൻ പറ്റിയില്ല. iOS 19 എന്ന് പറഞ്ഞ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ വരുന്ന ജൂണിൽ നമുക്ക് കാണാൻ പറ്റും. ജൂൺ 9 ആയിരിക്കും ഐഫോണിൻ്റെ ഈ പറയുന്ന iOS, macOS, tvOS എല്ലാ പുതിയ സോഫ്റ്റ്വെയർസിൻ്റെയും പുതിയ ഡെവലപ്പർ ബേറ്റ ലഭിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെങ്കിലും ആപ്പിൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാക്സിമം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Bin Xavier signing from Evika.